ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് തയ്യാറാക്കാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സോയാബീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ അരക്കപ്പ് സോയാബീൻ ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്തു. പിന്നീട് മീഡിയത്തിൽ ചൂടാക്കിയ ചൂടുവെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പിന്നീട് 15 മിനിറ്റ് കുതിർത്തതിന് ശേഷമുള്ള സോയാബീനാണ്. ഏകദേശം ഇതേപോലത്തെ ലൈറ്റ് യെല്ലോ കളറുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നീട് അതിലത് പച്ചവെള്ളം നോർമൽ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷമുള്ളതാണിത്. നന്നായിട്ട് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക സോയാബീന്. പിന്നീട് ഒരു സബോള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള, വെളുത്തുള്ളി 10-15 വെളുത്തുള്ളി, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂണ് മുളകുപൊടി, ഒരു സ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു പീസ് കരയാമ്പൂവ്, കോൺഫ്ലവർ 1 സ്പൂണ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ആദ്യം കറക്കിയതിന് ശേഷം 2 സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത കൂട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. സ്പൂൺ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുക്കുക. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ആ മുട്ട അടിച്ചെടുത്ത ബൗളിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ആ മുട്ടയും ആ കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ സ്ഥലത്തും നല്ലപോലെ സെയിം രീതിയിൽ നന്നായിട്ട് മിക്സ് ആകാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ കഴുകി വെച്ചിരുന്ന സോയാബീന് അതിലോട്ട് ആഡ് ചെയ്യുക. സോയാബീൻ ചെറുതും വലുതുമായുള്ള പീസുകൾ ഉണ്ടെങ്കിൽ വലിയ പീസുകൾ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്യുക. സോയാബീൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ബൗളിലുള്ള മിക്സും കൂട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. മസാലകളെല്ലാം എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രെഡ് ആകുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാ സ്ഥലത്തും എത്താനായിട്ട് സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളതാണ് ഇത്. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഫ്രിഡ്ജിൽ വെച്ച് എല്ലാ മസാലകളെല്ലാം ഒന്ന് സെറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. സെറ്റായതിന് ശേഷമുള്ളതാണ് ഇത്. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ പരട്ടി വെച്ചിരുന്ന സോയാബീൻ അതിലോട്ട് എണ്ണയിലോട്ട് ആഡ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പരട്ടി വെച്ചിരുന്ന സോയാബീന് ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിന്നീട് കരിവേപ്പില അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ സോയാബീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. പിന്നീട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് ചോറുണ്ണാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുത്ത് ചോറ് പാത്രം കാലിയാകുന്നത് അറിയുകയില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കൂടാതെ ഇറച്ചി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് വളരെ ഇഷ്ടപ്പെടും ഈ റെസിപ്പിയെ. സോയാബീൻ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്.
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് കൊടുത്താൽ ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണേ. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തൊരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഏത് പുതിയ വീഡിയോകളും ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.